عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللهم صل وسلم وبارك على عبدك ورسولك سيدنا المصطفى محمد صلى الله عليه وسلم. ووفق اللهم قراءتنا وصلاتنا الى حضرة سيد الورى محمد صلى الله عليه وسلم والى حضرات جميع انبيائك وملائكتك وسائر عبادك الصالحين خاصة الى حضرة شيخنا وسيدنا صدق الله. اللهم زد شرفنا لا شرفهم وفضلنا لا فضلهم. اللهم انفعنا بهم وبعلومهم في الدارين. اللهم انفذ علينا وعلى مجلسنا هذا وعلى جميع امورنا من فيوضات ونفحات واسرار وانوار وبركات هؤلاء السادات الاقوال اجمعين. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم بارك لنا في جميع امورنا خصوصا في مجلسنا هذا بركه تامه وقنا ربنا شر ما قضيت. اللهم اغفر لنا ولابائنا ولامهاتنا ولاساتذتنا ولمشايخنا ولازواجنا ولذرياتنا ولجميع المؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا وتقبل دعائي برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സമാദരണീയരായ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മറ്റു സഹകാരികളെ, പന്താവൂര് ഇർഷാദ് ഇസ്ലാമിക് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിലി റഹ്മത്തുല്ലാഹി അലൈഹി, ആ മഹാനുഭാവന്റെ സ്മരണകൾ അയവിറക്കപ്പെടുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയുടെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ആ മഹാമാരിയുടെ ദുരന്തങ്ങളിൽ നാമും നമ്മുടെ നാട്ടുകാരും ബന്ധപ്പെട്ടവരുമൊക്കെ വളരെ പ്രയാസത്തിലാണ്. നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹം നൽകിയ, നാമോട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന പലരും രോഗബാധിതരായി ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുകയാണ്. അതോടൊപ്പം രോഗികളുമായി സമ്പർക്കം പുലർത്തിയ പലരും ക്വാറന്റൈനിലും കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗപ്രയാസങ്ങളിൽ ഹോസ്പിറ്റലുകളിലും മറ്റും കഴിയുന്നവർക്ക് ഹൈറായ സലാമത്ത് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിക്കാം. കായൽപട്ടണത്ത് മറവട്ട് കിടക്കുന്ന മഹാനായ ഷേഖ് സദഖത്തുല്ലാഹിൽ കാഹിലി റഹ്മത്തുല്ലാഹി അലൈഹി
എന്തുകൊണ്ടും ഈ ഒരു മഹാമാരിയുടെ കാലത്ത് സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് നമുക്കറിയാം. കാരണം പഴയ കാലത്ത് വലിയ മഹാമാരികൾ പിടിപെടുന്ന സമയത്ത് അതിന് നമുക്ക് ആത്മീയമായ വലിയൊരു ചികിത്സ സമ്മാനിച്ച് വിട പറഞ്ഞു പോയ മഹാനാണ് ഷെയ്ഖ് അവറുകൾ. കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന മഹത്തായ ആ ആത്മീയ ചികിത്സ അത് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുറയാനുള്ള കാരണം മറ്റു പല അതുപോലെയുള്ള ദിക്റുകളും ഔറാദുകളുടെയും ഒക്കെ സമാഹാരങ്ങൾ വിപുലമായി വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സ്ഥിരമായി നിർവഹിക്കപ്പെട്ടത് കൂട്ടമായി ചെല്ലപ്പെടുന്നത് അതല്പം അന്യമായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും മഹാമാരിക്കാലത്ത് രക്ഷ നേടാനും അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അത് നിർവഹിക്കപ്പെടുന്നത് മുൻഗാമികളായ മുന്നേ നടന്നവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു മഹത്തായ ആത്മീയ ചികിത്സയെ നമുക്ക് സമ്മാനിച്ച മഹാനുഭാവനെ എന്തുകൊണ്ട് സ്മരിക്കാൻ അനുയോജ്യമായ ഒരു കാലത്താണ് മഹാനായ സദഖത്തുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹിയെ നമ്മൾ സ്മരിക്കുന്നത്. എന്നാൽ കേവലം കുത്തുബിയ്യത്തിന് വേണ്ടി അതിന്റെ ഉപജ്ഞാതാവ് എന്നതിനപ്പുറം മഹാനവറുകൾക്ക് അറിവിന്റെ അഗാധമായ ജ്ഞാനത്തിന്റെ അഗാധമായ വഴികളുണ്ട് എന്ന ബോധ്യം തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവായി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി അറിവും ആത്മീയ ലോകവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ പഠനം ഇവിടെ നടക്കും. ഇർഷാദ് ഇസ്ലാമിക് ദേവ കോളേജിന്റെ ഒരു തുടർ സംരംഭമായിട്ട് ഇത്തരം പദ്ധതികൾ ഇൻഷാ അല്ലാഹ് വരും മാസങ്ങളിലൊക്കെ നടത്തണമെന്ന ഒരു ചർച്ച കൂടി നമുക്കുണ്ട്. നമുക്ക് പിന്നീട് രൂപപ്പെടുത്തി പറയാം. അതിന്റെ ആദ്യ പഠനമാണ് ഇവിടെ നടത്തുന്നത്. അതോടനുബന്ധിച്ച് കോവിഡിലെ പ്രയാസപ്പെട്ടവരെ ഓർക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരു വേദിയായതുകൊണ്ട് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ മരണപ്പെടുന്നവർ അനാഥമായി മാറുന്ന ഒരു സാഹചര്യം കോവിഡ് മരണങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിന്റെ അകത്തളം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സ്വന്തം ഉറ്റവര് പോലും തിരിഞ്ഞു നോക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഏറ്റെടുത്തുകൊണ്ട് മറവ് ചെയ്യാനും മരണാനന്തര അനുബന്ധ ചടങ്ങുകൾ മതശാസ്ത്ര അനുസരിച്ചുകൊണ്ട് നിർവഹിക്കാനും സന്നദ്ധരായ ഒരുപാട് സേവകന്മാർ നമ്മുടെ താലൂക്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ മരണങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. പൊന്നാനി താലൂക്കിൽ കേവലം ഒരു 10-15 മരണങ്ങളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ആ മരണങ്ങളിലെ ബഹുഭൂരിപക്ഷം മരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ പ്രത്യേകിച്ച് SYSന്റെ സമസ്ത കേരള സുന്നി അതിന്റെ ധർമ്മങ്ങളൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ നിർവഹിച്ച് ഉറ്റവർക്ക് പ്രയാസമില്ലാത്ത സാഹചര്യത്തിൽ മരണപ്പെടുന്നവരുടെ മയ്യത്തുകൾ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയ സന്തോഷകരമായ കാഴ്ച ഈ ദുരന്തകാലത്ത് നമ്മൾ കാണുകയുണ്ടായി. അതിന് മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഈ വേദിയുടെ ഭാഗമായി ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ എടപ്പാൾ പൊന്നാനി സോണുകളാണ് പൊന്നാനി താലൂക്കിൽ ഉൾപ്പെടുന്നത്. ആ സോൺ 2 സോൺ പരിധിയിലെ സന്നദ്ധ സേവകരായ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പലരും ഇവിടെ എത്തിയിട്ടുണ്ട്, പലരും വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, അവരെ നമുക്ക് ആദരിക്കണം. ആ ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായി നടക്കും. ഞാൻ നീട്ടുന്നില്ല. ഈ കോവിഡിന്റെ പരിമിതികൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് ഇതൊരു വിപുലമായി സംഘടിപ്പിക്കപ്പെടേണ്ട വേദി തന്നെയാണ്. എന്നാൽ നമുക്ക് ആളുകൾ കൂടുതൽ ഒരുമിച്ച് കൂടുന്ന പരിമിതി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡോർ പരിപാടി വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഔപചാരികമായി ഇർഷാദ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ഉസ്താദ് കെ സിദ്ദീഖ് മൗലവി അയലക്കാട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഉസ്താദിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി നിയന്ത്രിക്കുന്നത് ഇർഷാദിന്റെ ജനറൽ സെക്രട്ടറി വാലിയത്ത് ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദഖത്തുല്ലാഹി ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അറിവും ആത്മീയ ലോകവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കുന്നത് ഇർഷാദ് ഇസ്ലാമിക് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ അബ്ദുൽ ബാരി സിദ്ദീഖ് ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ വേദിയെ സമ്പന്നമാക്കിക്കൊണ്ട് വിദേശത്ത്
എന്നും ഇർഷാദിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അകമഴിഞ്ഞ് നമ്മെ സഹായിക്കുകയും നമുക്ക് അതിനുള്ള വഴികളൊക്കെ തുറന്നു തരാനുള്ള പിന്തുണയും നൽകിയ പ്രിയപ്പെട്ട പുത്തമ്പള്ളിയിലെ നവാസ് ചങ്ങനാഥ് ഇവിടെയുണ്ട്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇർഷാദിന്റെ സെക്രട്ടറി എം കെ ഹസൻ നെല്ലിശ്ശേരി, അതുപോലെ അഷ്റഫ് സത്താഫി തുടങ്ങിയ എല്ലാവരും പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇർഷാദിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മുതിർന്ന ഉസ്താദുമാർ, അവർക്ക് യാത്രാപരമായ ചില പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും ലീവ് ചോദിക്കുകയും ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കി നമ്മളത് ഉൾക്കൊള്ളുകയാണ്. ഇൻഷാ അല്ലാഹ് ഒമാനിലെ പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വി സുലൈമാൻ മുസ്ലിയാർ ഇൻഷാ അല്ലാഹ് ഈ വേദിയിലേക്ക് എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് പരിപാടി കൂടുതൽ സമയം ദീർഘിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പേര് പറയാൻ തന്നെ നോക്കി. ഇൻഷാ അല്ലാഹ് സുലൈമാൻ ഉസ്താദ് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ സദസ്സ് സന്തോഷകരമായി കിട്ടിയിരിക്കുകയാണ്. കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇർഷാദ് ജനറൽ സെക്രട്ടറി വാലിദ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ച് അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സിദ്ദീഖ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. بسم الله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് അധ്യക്ഷൻ, വിഷയം അവതരിപ്പിക്കുന്ന ദർബാരി ഉസ്താദ്, നമ്മുടെ പ്രവാസ ലോകത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സുലൈമാൻ മുസ്ലിയാർ ഉസ്താദ് അവർ, ഇബ്രാഹിം നവാസ് ചങ്ങനാഥ്, അതുപോലെ ഹസൻ നെല്ലിശ്ശേരി, നൗഫൽ സാദി, അഷ്റഫ് സത്താഫി മുതുകാട്, നമ്മുടെ ബുഖാരി സാബ് പ്രിൻസിപ്പൽ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്ന് ഈ ഹ്രസ്വവും ധന്യവുമായ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഈ സദസ്സിൽ നാം ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ ഒരു ജനസഞ്ചയത്തിന്റെ മുന്നിൽ നടക്കേണ്ട പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഇത് ജനസഞ്ചയത്തിന്റെ മുന്നിൽ എത്തിക്കും എന്നതുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിൽ ആളുകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടില്ല. ഒരു ദുആ മജ്‌ലിസ് ആകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ വേണമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും പരിമിതമായ ഒരു പരിപാടിയാക്കി ചുരുക്കിയത്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആധുനിക തലമുറക്ക് ഒരു പക്ഷേ ആ പേര് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാത്തവർക്ക് തന്നെ ഖുതുബിയ്യത്തിന്റെ രചയിതാവ് എന്ന നിലക്ക് മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാൻ. ഇൻഷാ അല്ലാഹ് സമഗ്രമായ ഒരു പഠനം, ആ പഠനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ആധികാരികമായി അത് അവതരിപ്പിക്കും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ കോവിഡ് മഹാമാരി മൂലം മരണപ്പെടുന്ന ആളുകളെ അടുത്തേക്ക് ചെല്ലാൻ നിവൃത്തിയില്ല. ഉറ്റവനും ഉടയവനും പോലും
അകന്നു നിന്നുകൊണ്ട്, കണ്ണെത്താ ദൂരത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന ആ മയ്യത്തിനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശറഅ് അനുശാസിക്കുന്ന വിധം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, പരിശീലനങ്ങളിലൂടെ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, ഈ രംഗത്ത് ഇതിന് തുല്യമായ ഒരു സംവിധാനം സർക്കാരോ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളോ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. നടന്ന കോവിഡ് മരണങ്ങളിൽ സിംഹഭാഗവും സംസ്കരിക്കാൻ നമ്മുടെ പ്രിയങ്കരായ അർപ്പണബോധമുള്ള നമ്മുടെ SYSന്റെ സാന്ത്വനം വളണ്ടിയർമാരാണ് എന്നത് വാർത്താമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയും അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യുകയും ചെയ്യുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നൽകുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒമാനിൽ ICFന്റെ നേതൃനിരയിൽ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രവാസികളുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട EV സുലൈമാൻ മുസ്ലിയാർ ബാക്കിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരെയും ഇവിടെ ഈ മജ്‌ലിസിൽ വെച്ച് ആദരിക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആദ്യം അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഈ വിഷയത്തിലുള്ള ഒരു പഠനമാണ്. ആ പഠനം വളരെ പ്രൗഢമായ രീതിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ശേഷം തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ആദരപൂർവ്വം ഞങ്ങൾക്കെല്ലാം വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചു. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹക്ക് കൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. രണ്ടു ലോകത്തും വിജയിക്കുന്ന മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തിയാക്കി. വളരെ പവിത്രമായ ഒരു സദസ്സിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ തിരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന ഒരുപാട് ആത്മീയ സദസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സാണ്, ഹ്രസ്വമാണെങ്കിലും ഇത് എന്ന് തന്നെ നമുക്കറിയാം. മഹാന്മാരെ അനുസ്മരിക്കൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രകീർത്തിക്കൽ, അവരുടെ ചരിത്രം പഠിക്കൽ, ആ ആത്മീയ ചരിത്രത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഊർജമായി സ്വീകരിക്കൽ, ഇതൊക്കെയും ആപത്തുകൾ, വിപത്തുകൾ ഉയർന്നു പോകാനും ഖൽബിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടാനും കാരണമാണെന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു ആ രൂപത്തിൽ ഫലമുള്ള ഒരു സദസ്സായി ഇത് കബൂൽ ചെയ്യട്ടെ. മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ചരിത്ര പഠനമാണ് ഈ സംഗമം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒരു മഹാത്മാവിന്റെ ചരിത്ര പഠനം നടത്തുമ്പോൾ വേരുകളിൽ നിന്ന് തന്നെ പഠനം ആരംഭിക്കണം. അതൊരു പഠനത്തിന്റെ പ്രത്യേകതയാണ്.
ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വംശ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഫി തങ്ങൾ ജനിച്ചത്. മഹാനരുടെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞ് തുടങ്ങാം. ഷെയ്ഖ് അലി അൽ ജബ്റത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വലിയ സൂഫി പണ്ഡിതൻ ഒരിക്കൽ ആത്മീയാന്വേഷണത്തിന്റെ ഭാഗമായി ഷാമിലേക്ക് യാത്ര പോകുന്നു. ഷാമിലെത്തിയപ്പോ ഒരു സൂഫി ഗുരുവിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ആ സൂഫി ഗുരു ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രസിദ്ധമായ ഹദീസ് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മളെല്ലാവരും കേട്ട ഒരു ഹദീസാണ്. ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പ്രതിഫലം ലഭിക്കുന്ന മാർഗങ്ങൾ 3 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അതിലൊന്ന് സ്വതഖത്തുൻ ജാരിയ. ഈ ഹദീസാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ സൂഫി ഗുരു ഈ ഹദീസ് പറയുമ്പോൾ സ്വതഖത്തുൻ ജാരിയ, സ്വതഖത്തുൻ ജാരിയ, സ്വതഖത്തുൻ ജാരിയ എന്നിങ്ങനെ ഉച്ചത്തിൽ 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ കൂടെ ആ ഉസ്താദ് പറയുന്നത്, ആ ഷെയ്ഖ് പറയുന്നത്, ഇന്ത്യയിൽ ഒരു പണ്ഡിതനുണ്ട്, ഷെയ്ഖ് അലി ജബ്റത്തി. അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹമാണ് സ്വതഖത്തുൽ, അദ്ദേഹമാണ് സ്വതഖത്തുൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മഹാനരുടെ ഓരോ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഷെയ്ഖ് അലി ജബ്റത്തി കേട്ടപ്പോ അത്ര വലിയൊരു മഹാൻ ഇന്ത്യയിൽ കീളക്കരയിൽ, അറബിയിൽ കർക്കിരി എന്നാ പറയാം, കർക്കരി കീളക്കര, ആ സ്ഥലത്തേക്ക് ഷെയ്ഖ് അലി ജബ്റത്തി വരികയും ധാരാളമായി മഹാനവറുകളുടെ മഖാം ഷരീഫിന്റെ അടുത്ത് വന്ന് ഖുർആൻ പാരായണം ചെയ്ത് ഹദീസ് ചെയ്ത് അവിടുത്തെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു മടങ്ങിയ ഈ ഒരു ചരിത്രം ആമുഖമായി പറഞ്ഞത് അന്തർദേശീയ തലത്തിൽ ലോകം മുഴുവനും ഔലിയാക്കളെ മനസ്സിലാക്കിയിട്ടുണ്ട്. സദഖത്തുല്ലാഹിൽ ഖാഫി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ നില ഷാമിലുള്ള ആ സൂഫി ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ മഹാനവറുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാദാത്യങ്ങൾ കഴിഞ്ഞാൽ, അഹ്ലു ബൈത്ത് കഴിഞ്ഞാൽ പിന്നെ വംശ വിശുദ്ധിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സിദ്ദീഖ് കുടുംബമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ഉപ്പ ഷെയ്ഖ് സുലൈമാനുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹു. സുലൈമാനുൽ ഖാഹിരി തങ്ങൾ വലിയ മഹാനായിരുന്നു. ഉന്നതനായ ആത്മീയ ഗുരുവിന് പിറന്ന അത്യുന്നതനായ ആത്മീയ ഗുരുവാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. സുലൈമാനുൽ ഖാഹിരി തങ്ങൾ ചെറിയ പ്രായത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ, ചെറിയൊരു കുട്ടിയെ കാണുക. ആ കുട്ടി ലോകത്ത് വെളിച്ചം വിതറുന്ന 5 നക്ഷത്രങ്ങൾക്ക്, 5 നക്ഷത്രങ്ങൾക്ക് ജന്മം കൊടുക്കുമെന്ന് അള്ളാഹുവിൽ നിന്ന് ഇൽഹാമായി ഈ ഷെയ്ഖ് സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ ലഭിക്കുകയാണ്. പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുലൈമാൻ റളിയല്ലാഹു അൻഹു തന്നെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹത്തിൽ ജനിച്ച 5 മക്കൾ, പഞ്ചനക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന 5 മക്കളിൽ 3ാമത്തെ മകനാണ് ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മഹാനാണ് നമ്മളൊക്കെ പള്ളി ദർസിൽ ഓതി പഠിച്ച, ജീവിത സദാചാര മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന സ്വലാഹുദ്ദീൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയ ഷെയ്ഖ് സ്വലാഹുദ്ദീൻ ഖാഹിരി ഖദ്ദസല്ലാഹു. കുടുംബം കൊണ്ട് വലിയ മഹത്വമാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾക്കുള്ളത്. അങ്ങനെ സ്വന്തം ഗുരു ഷെയ്ഖ് സുലൈമാനുൽ ഖാഹിരി തങ്ങൾ ഉപ്പയുമാണ്, ഗുരുവുമാണ്, ഷെയ്ഖുമാണ്. അവരിൽ നിന്ന് ഇൽമു പഠിച്ച് മഹാനവറുകൾ 7ാമത്തെ വയസ്സിൽ തന്നെ അവൻ ഹിഫ്ളാക്കി തന്റെ ആത്മീയ പഠനയാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ദിവസം ഉപ്പാന്റെ കൂടെ
ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിനിടയിൽ ഷേഖ് സുലൈമാൻ ഉപ്പയുടെ ഒരു സുഹൃത്ത് ഒരു സദസ്സിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു, ഞാൻ മോനെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങൾ ചെറിയ കുഞ്ഞാണ്. സദഖത്തുല്ലാഹി തങ്ങളെ ആ വീട്ടിലേക്ക് സദ്യയിലേക്ക് പറഞ്ഞു. ഉപ്പ പോയില്ല. അങ്ങനെ സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങൾ ആ സദസ്സിലെത്തി ഭക്ഷണം കഴിക്കാനിരുന്നു. അദ്ദേഹത്തിന്റെ മനാക്കിബ് വിവരിച്ച ഗ്രന്ഥത്തിൽ അന്ന് കറി ചീര കൊണ്ടുള്ള ഒരു കറിയായിരുന്നു. ആ ചീര കൊണ്ടുള്ള കറി എടുത്തിട്ട് സദഖത്തുല്ലാഹിൽ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട ഉടനെ ആ ചീര ഒരു പക്ഷിയായി പറന്നുപോയി. ചരിത്രത്തിൽ ഇത് കണ്ടപ്പോൾ അവിടെ കൂടിയ ആളുകൾക്കും എല്ലാം അല്ലാത്ത ഈ കുഞ്ഞിനോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിച്ചു. ഇതൊരു അതിശയോക്തിയൊന്നുമില്ല. കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ. ഇതാണല്ലോ നമുക്ക് ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും അചേതന വസ്തുക്കളിൽ നിന്നും ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കാൻ അമ്പിയാക്കൾക്കും അവരുടെ പാത പിന്തുടരുന്ന ഔലിയാക്കൾക്കും സാധിക്കും. അള്ളാഹു നൽകിയ അള്ളാന്റെ ഇറാദത്ത് കൊണ്ട് ഇതിന് കൊണ്ടെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അത് വിശദീകരിക്കേണ്ടതില്ല. ഈ സംഭവത്തിന് ശേഷം സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ കൽബിലും ഒരു വലിയ ആത്മീയതയുടെ വിളക്ക് കൊത്തിവെക്കുകയാണ്. ആ മഹാനോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെ ഒരു നല്ല ആത്മീയ രൂപം. ഇത് കഴിഞ്ഞ് നേരെ ഉപ്പാന്റെ അടുത്തെത്തി ഉപ്പായോട് ചോദിക്കുകയാണ്, ഉപ്പ എന്തുകൊണ്ട് ആ സദസ്സിലേക്ക് വന്നില്ല? അപ്പോ ഉപ്പ സുലൈമാനുൽ കാഹിൽ തങ്ങൾ പറഞ്ഞു, ഇതിന് ചെറിയൊരു ഒഴിവ് വഴി പറഞ്ഞു ഇതുപോലുള്ള കറാമത്തുകളൊന്നും പൊതു സദസ്സിൽ കാണിക്കേണ്ടതില്ല, ചെറിയ കുട്ടിയല്ലേ. എന്നിട്ട് പറഞ്ഞു അവിടെ ഭക്ഷണം കഴിക്കായിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം. അപ്പൊ ഉപ്പാക്ക് വേണ്ടി ഭക്ഷണം അവിടെ നല്ല കടൽ മത്സ്യം ഭക്ഷണമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഉപ്പ ആ പ്ലേറ്റ് എടുത്തിട്ട് നേരെ എറിയുകയാണ്. എറിഞ്ഞപ്പോ ആ പൊരിച്ചു വറുത്ത അല്ലെങ്കിൽ കറി വെച്ച മീൻ നല്ല ജീവനുള്ള പെടയുന്ന മീനായിട്ട് കുട്ടിയുടെ മുമ്പിൽ. കുട്ടിയോട് പറഞ്ഞു, ഇതൊന്നും പൊതുജനത്തിന് അത്യാവശ്യമില്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ട കറാമത്തല്ല എന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേ ആത്മീയമായ ശിക്ഷണങ്ങൾ കൊണ്ട് മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ ഉപ്പയുടെ കറാമത്തായിട്ട് മഹാന്മാര് സൂചിപ്പിക്കുന്നത് കാണാം. അവർ കടൽക്കരയിൽ നിന്നുകൊണ്ട് ഉളൂവ് ചെയ്യുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ആ ഉളൂവിന്റെ വെള്ളത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് മക്കയുടെ ഭാഗത്തേക്ക് കൊടയുകയാണ്. കായൽപട്ടണം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ തിരുനെൽവേലി ജില്ലയിലാണ്. പഴയ മദിരാശി സംസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം. എന്റെ വിഷയം മാറിപ്പോകുന്നത് കൊണ്ട് മാത്രം അങ്ങോട്ട് കിടക്കുന്നില്ല. ലോക്ക്ഡൌണിന്റെ തൊട്ട് മുമ്പ് ദേവയിലെ മുതിർന്ന വിദ്യാർത്ഥികളും ഞാനും കൂടെ അങ്ങോട്ട് വല്ലാത്ത ഒരു അത്ഭുതം. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങൾ അവര് വിളിക്കുന്നത് സദഖത്തുല്ലാപ്പ. നമ്മള് സ്വന്തം പിതാമഹനെ വിളിക്കും പോലെ അല്ലെങ്കിൽ ഉപ്പയെ വിളിക്കുന്ന ഒരു അഭിസംബോധന സദഖത്തുല്ലാപ്പ എന്നാണ് അവിടെ പഠിച്ച വിദ്യാർത്ഥികളും അവിടെ നാട്ടുകാരും സംസാരിക്കുന്നത്. ആ നാട്ടുകാരിൽ ഞങ്ങൾ കണ്ട ഒരാൾക്ക് പോലും താടിയില്ലാതെ ഒരാളെ കണ്ടില്ല. എല്ലാവർക്കും താടിയുണ്ട്. പള്ളിയിൽ വെച്ച് ഒരാളും തുല്യവയായ ഒരു വാക്കും സംസാരിക്കുന്നില്ല. മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടി ഒരാൾ പോലും പള്ളിയിൽ വെച്ച് തുല്യവയായ സംസാരങ്ങൾ സംസാരിക്കുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുകയോ കണ്ടുകൊണ്ട് കാണുകയോ ചെയ്തിട്ടില്ല. പള്ളിയിൽ പാന്റ് എടുത്തു വന്ന ഒരാളെയും ഞാൻ കണ്ടില്ല. ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ജുമാക്ക് വന്നു. ആ ജുമാക്ക് വന്ന ആളുകളൊക്കെ ജുമാ നിസ്കാരത്തിന് ശേഷം പരസ്പരം അല്ലാത്ത സ്നേഹ അഭിവാദനങ്ങളോടെ പിരിയുന്ന വളരെ സന്തോഷകരമായ, അതോടൊപ്പം വളരെ അത്ഭുതകരമായ സദഖത്തുല്ലാഹിൽ കാഹിൽ തങ്ങളുടെ ആത്മീയമായിട്ടുള്ള ശിക്ഷണം കിട്ടി എന്നതിന് ഏറ്റവും നല്ലൊരു തെളിവ് എന്താണെന്നറിയാം. അവിടുത്തെ പല ആളുകളും നേരിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ പള്ളിയിൽ വിദഗ്ധക്കാരായ ആരെങ്കിലും പേരെടുത്ത് തന്നെ പറഞ്ഞു, മുജാഹിദോ ജമാഅത്തോ, അങ്ങനെ തന്നെയാണ് അവര് പറഞ്ഞത്. ഞാൻ ആ വാക്കിൽ ഒന്നും കലർത്താതെ തന്നെ പറയുക.
പള്ളിയിൽ കയറിയാൽ ആ കയറിയ ഭാഗം വെള്ളമെടുത്ത് കഴുകാറുണ്ട്. അതാ ആത്മീയ ശിക്ഷണത്തിന്റെ ഏറ്റവും വല്ലാത്തൊരു, ഞാൻ കഴുകുന്നത് കണ്ടതല്ല, എന്നോട് അവർ പറഞ്ഞതാണ്. പക്ഷെ അത് ഏകദേശം ശരിയാണ് എന്ന് തന്നെയാണ് അവിടുത്തെ ആ ജീവിത ചിട്ടയിൽ നിന്നും ആത്മീയമായ വെളിച്ചത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ റബീഉൽ ആഖിറിനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സദഖത്തുല്ലാഹിൽ ഖാഹിരിയ നാട്ടിൽ അങ്ങ് സമർപ്പിച്ചപ്പോ റബീഉൽ ആഖിർ വന്നാൽ അവിടെ ഒരു പെരുന്നാൾ, എന്നും പെരുന്നാൾ. അസർ നിസ്കാരത്തിന് ശേഷം നമ്മുടെ കുട്ടികൾ, യുവാക്കളൊക്കെ കളിക്കാനും സൊറ പറയാനും വിശ്രമിക്കാനൊക്കെ പോകുന്ന ഒരു സമയത്ത് ഞങ്ങളവിടെ കണ്ട കാഴ്ച, ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളി വരെ മൗലിദ് പൂർണ്ണമായി ജീലാനി തങ്ങളുടെ മൗലിദ് ഓതിയതിനു ശേഷം അടുത്ത പള്ളിയിലേക്ക് ഓടുകയാണ്. ആ ഹദീസ്, മൗലിദിലെ ഹദീസുകളും ബൈത്തുകളും ചൊല്ലുന്നത് വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആശീർവാദത്തോടെ ചെറിയ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അക്ഷരത്തെറ്റുപോലുമില്ലാതെ മൗലിദുകൾ ഇത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഒരാൾ അവിടെ അക്ഷരമരായിക്കൊണ്ട് ശബ്ദമുണ്ടാക്കുകയോ അച്ചടക്കരാഹിത്യത്തോടെ ഇരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതോടെ ഇരുന്നിട്ട് മഹാനായ ജീലാനി തങ്ങളുടെ മൗലിദ് അവർ ഓതുന്നു. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ആ നാടിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന, ആത്മീയമായ ശിക്ഷണം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അയൽപ്പെട്ടു പോയാലും ഇത് നമ്മൾ അനുഭവിക്കുന്നു. വീണ്ടും വീണ്ടും അങ്ങോട്ട് നമ്മുടെ മനസ്സിങ്ങനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു തആല വീണ്ടും ആ സ്ഥലത്തെത്തി 160-ലധികം മഖാമുകൾ, കാഹിരി എന്ന് നമ്മൾ സദഖത്തുല്ലാഹിൽ ഖാഹിരിയെ തങ്ങളെ ചേർത്ത് പറയുന്നത് കായൽ പട്ടണം എന്ന സ്ഥലത്തേക്ക് അറബീകരിച്ചുകൊണ്ടാണ്. 160-ലധികം ഔലിയാക്കളുടെ മഖാമുകൾ ആ ഒരൊറ്റ ചെറിയ പ്രദേശത്തുണ്ട്. അവിടെ നിന്ന് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തന്റെ അവസാന കാലത്ത് വെള്ളക്കരയിൽ വന്ന് അവിടെ ആത്മീയമായ നേതൃത്വം നൽകി. അവിടെയാണ് മഹാനവരുടെ അന്വേഷണം കൊടുക്കുന്നത്. സ്വന്തം ഷെയ്ഖായ പിതാവിൽ നിന്ന് പ്രാഥമിക പഠനങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി എന്നറിയപ്പെടുന്ന മഹാന്റെ അടുത്ത് ഷെയ്ഖ് ആലിഫ് ലബ്ബ എന്ന പേരിൽ അറിയപ്പെട്ട നെയ്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിരി തങ്ങളുടെ അടുത്ത് നിന്ന് ദീനി വിജ്ഞാനങ്ങൾ പഠിച്ച് അവിടെ നിന്ന് നേരെ ഹറം ഷെരീഫിലേക്ക്, മക്കയിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി ഹജ്ജിന് വേണ്ടി മഹാനവറുകൾ പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള ഹറം ഷെരീഫിലെ ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു കിതാബിൽ അക്ഷരത്തെറ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് അവറുകൾ തൊട്ടപ്പുറത്തിരിക്കുന്നു. ഇന്ന് പ്രിന്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീഅത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്നത് ബൈറൂത്തിൽ നിന്നാണ്. അവിടെ നിന്നിറങ്ങുന്ന ഏകദേശം കിതാബുകളൊക്കെയും ഒരുപാട് അക്ഷരത്തെറ്റുകളുണ്ട്. അക്ഷരത്തെറ്റുകൾ മാത്രമല്ല, ആശയത്തെറ്റുകളും ധാരാളമാണ്. ഇന്നലെ ഞാൻ എന്റെ ഉസ്താദിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ പൊന്നാനി വലിയ മഖ്ദൂം തങ്ങൾ, അല്ലാഹു അവിടുത്തെ തറക്ക് ഉയർത്തിക്കൊടുക്കട്ടെ, അവരാൽ വിരചിതമായ അദ്കിയ എന്ന ആത്മീയ കാവ്യം, ആ കാവ്യത്തിന്റെ ഒരു വ്യാഖ്യാനം മസ്ലക്കുൽ അഖ്തിയ എന്ന പേരിലുള്ള വ്യാഖ്യാന ഗ്രന്ഥം ബൈറൂത്തിലെ DKI ദാറുൽ കുത്തുബിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നതും നമ്മൾ കേരളക്കാർ കേട്ടാൽ ചിരിച്ച് വല്ലാതായി. അതിലുള്ളത് കൊച്ചി മഅബർ എന്ന് നമുക്കെല്ലാം അറിയാം. മഅബർ എന്ന് വായിക്കേണ്ടത് മുഅബ്ബിരി എന്നാണ്. വളരെ ആധികാരികമായിട്ട് പറയാം. ബിളമ്മിൽ മീമി വഫതിഹിൽ ഐനി വകസ്രിൽ ബാഇൽ മുഹദ്ദത്തിൽ മുശദ്ദദത്തി ലാ ഗൈറു മുഅബ്ബിരി എന്ന് വായിക്കണം. ഇത് കേട്ട കേരളക്കാരെ നമ്മൾ ചിരിക്കും. അതുപോലെ കുറച്ചപ്പുറത്തിന് ശേഷം പറയാം, കൊച്ചിയിലേക്കാണല്ലോ അവരുടെ ബാല്യകാലങ്ങളുള്ളത്. കോശിൻ എന്നാണ് അറബി പറയാ. കൊച്ചി എന്നത് നമ്മുടെ യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു പ്രദേശമാണ്. ഒരു ഗ്രന്ഥത്തിൽ, അതും ഡോക്ടറാണ്, PhD നേടിയ ഒരാള് എഴുതിയത്. അപ്പോ ഇതുപോലെ ഒരുപാട് അക്ഷരത്തെറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേറൊരു മേഖല തന്നെ പറയണം. നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ശരീരത്തിന്റെ പഠന ഗ്രന്ഥങ്ങളിൽ വന്ന അബദ്ധങ്ങൾ, അടിക്കുറിപ്പുകാർ, ടിപ്പണിക്കാർ, വിധേയത്വം എല്ലാം കുത്തി നിറക്കുന്ന ടിപ്പണിക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ശീലാണ് ഈ പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുകയാണ്. ഒരു ഗ്രന്ഥത്തിലെ തെറ്റ്. അങ്ങനെ ഹറം ഷരീഫിൽ നിസ്കാരത്തിന്റെ സമയമായി. സദഖത്തുല്ലാഹിൽ ഖാഹിരി ഇതിൽ ഇടപെട്ടില്ലല്ലോ. പണ്ഡിതന്മാർ ഒരു ഇബാറത്ത് ഹല്ല് ചെയ്യാൻ, അത് അർത്ഥം അറിയാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത്
സദഖത്തുല്ലാഹിൽ ഖാരി അകലെ നിന്ന് കാണുന്നു. അങ്ങനെ നിസ്കരിക്കാൻ പോകുന്നു. നിസ്കാരത്തിന്റെ സമയം നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അല്ലാഹു തആല സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾക്ക് ഇൽഹാം കൊടുത്തു. ആ കിതാബിന്റെ ഇബാറത്ത് മഹാനവറുകൾ ഇടപെട്ടത് ശരിയാകും. ഈ പണ്ഡിതന്മാർ വരുന്നതിന് മുമ്പ് അങ്ങനെ പണ്ഡിതന്മാർ വന്ന് ഗ്രന്ഥം തുറന്നു. പിന്നീട് അവർ മനസ്സിലാക്കുന്നു ഇതിന്റെ പിന്നിൽ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങളുടെ കറാമത്താണ്. ഇതറിഞ്ഞ ഉടനെ പേര് ചോദിക്കുന്നു. സ്വദഖ എന്ന് പറയുന്നു. എന്റെ പേര് അന്ത സ്വദഖത്തുല്ലാഹി ലനാ, ഞങ്ങൾക്കുള്ള അല്ലാഹുവിന്റെ വലിയ വരദാനമാണ് തങ്ങൾ എന്ന് മഹാനവരോട് പറയുന്നു. അങ്ങനെ മഹാനവറുകളുടെ ഇൽമ മനസ്സിലാക്കി ലോക മുസ്ലിമീങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമായി അറിയപ്പെട്ട പണ്ഡിതൻ മഹാനവറുകളെ അവരുടെ ഹറം ഷരീഫിലെ മുദരിസായി നിയമിക്കുകയാണ്. കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ ഹറം ഷരീഫിൽ മുദരിസാകുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ അഭിമാനം തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടഞ്ചേരി ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ഇതുപോലെ ഇത് ഹറം ഷരീഫിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇആനത്തുൽ ത്വാലിബീന്റെ രചയിതാവ് സയ്യിദ് ബക്കരി തങ്ങൾക്ക് ഗുരുനാഥനാവാൻ ബഹുമാനപ്പെട്ട കോടഞ്ചേരി ഉസ്താദ് നമ്മുടെ മലപ്പുറത്തുകാരൻ പൊന്നാനിക്കാർക്ക് അഭിമാനിക്കാവുന്ന മഹാനായ കോടഞ്ചേരി ഉസ്താദ്. അതുപോലെ ഹറം ഷരീഫിൽ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ ദർസ് നടത്തുകയാണ്. പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ്, ഇന്ന് ലോകം മുഴുവനും ഷാഫിഈ മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമായി സ്വീകരിക്കുന്ന ഇമാം റംലിയുടെ നിഹായയും ഇമാം ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫയും, ഈ തുഹ്ഫ ആധികാരികമായി ഹറം ഷരീഫിൽ വെച്ച് ദർസ് നടത്താൻ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾ നിയുക്തരാകുകയാണ്. അതുതന്നെയാണ് ആത്മീയ ലോകത്ത് നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന്റെ വിജ്ഞാന മേഖലയിൽ അതുല്യ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു സദഖത്തുല്ലാഹിൽ ഖാരി സിർറഹുൽ അസീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൽമിന്റെ മേഖലയിൽ വലിയ സാന്നിധ്യം. മാത്രമല്ല മഹാനവറുകളുടെ രചനാലോകം നമ്മൾ പരിചയപ്പെടുമ്പോൾ ആത്മീയ ലോകം, അറിവും ആത്മീയ ലോകവും പറയുന്നതിന് രചനാലോകത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. മഹാനായ ഇമാമുന സുയൂത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സുൽത്താനുൽ ആരിഫീൻ എന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയത്. മഹാനായ സുയൂത്തി ഇമാമിന് ഏകദേശം 600-ലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നാണ് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. എന്നാൽ ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട സുയൂത്തി ഇമാമിനെ പറ്റി ഏറ്റവും പുതിയൊരു പഠനത്തിൽ, ആ പഠനം ഞാൻ ഒരു 2-3 മാസം മുമ്പാണ് അത് വായിച്ചു തീർത്തത്. 1100-ലധികം ഗ്രന്ഥങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് അദ്ദുറുൽ മൻസൂർ. അദ്ദുറുൽ മൻസൂർ എന്ന വോള്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാനത്തിന് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾ ഹാഷിയ, മാർജിനൽ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മഹാനോടുള്ള ആദരവ്, ബഹുമാനം കൂടി വരികയാണ്. അദ്ദുറുൽ മൻസൂറിൽ മഹാനവറുകൾ ഹാഷിയ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്റാറുൽ തൻസീൽ വഅൻവാറുൽ തഖ്വീൽ എന്ന പേരിൽ മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു എഴുതിയ എല്ലാ പണ്ഡിതന്മാരും കേരളത്തിലെ ദർസി സിലബസ് അനുസരിച്ച് നമ്മൾ ഓതുന്ന ബൈളാവി, തഫ്സീർ ബൈളാവിക്ക് മഹാനവറുകൾ ഹാഷിയ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സുയൂത്തി ഇമാമിനിക്ക് ഹാഷിയുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഹാഷിയ എഴുതിയ കൂട്ടത്തിൽ നമ്മുടെ സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾക്കും തഫ്സീർ ബൈളാവിക്ക് ഹാഷിയുണ്ട്. രചനാലോകം വളരെ വിശാലമാണ്. ഇനി ആ രചനയുടെ ഗദ്യ സാഹിത്യം തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനവറുകളുടെ ജീവിതം പഠിക്കുമ്പോൾ ഇനിയും ധാരാളം രചനകളുണ്ട്. എന്നാൽ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ കുറച്ച് വിഷയം അല്പാൽപമായിട്ട് പറയുകയാണ്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങളുടെ പദ്യലോകം, അവിടുത്തെ കാവ്യലോകം നമ്മൾ കൂടുതലായി പഠിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാവ്യങ്ങൾ, മദ്ഹ് രചനകളെ ഒരു വല്ലാത്ത അനുഭവത്തോടെ ആവിഷ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് സദഖത്തുല്ലാഹിൽ ഖാരി. മഹാനവറുകളുടെ ആത്മീയ ഉന്നതിയോടുകൂടി ശർഈ ഉലൂമുകളിലെ അഗാധ സാഗരതുല്യ പാണ്ഡിത്യത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതുല്യമായ അനുരാഗത്തിന്റെ മനോഹരമായിട്ടുള്ള വരികളാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾ കുറിച്ചു വെച്ചത്. ബഹുമാനപ്പെട്ട
ഇമാം ബൂസീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഖസീദത്തുൽ ബുർദ ലോക പ്രസിദ്ധമാണ്. സയ്യിദുന കഅബ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച് ചൊല്ലിയ ബാനത്ത് സുആദ് എന്ന പേരിൽ പ്രസിദ്ധമായ അൽ ബുർദ എന്നറിയപ്പെടുന്ന കവിത, അതും നമുക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബീ ബക്കർ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉത്കടമായ അനുരാഗത്തിന്റെ പ്രകടനമായ അൽ ഖസീദത്തുൽ വിത്രിയ ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദിന്റെ പേരിൽ ഈ ഗ്രന്ഥത്തിന് അതുല്യമായ ഒരു പഠനം പുറത്തിറങ്ങിയിട്ടുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ബാനത്ത് സുആദ്, ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ, ഇമാം മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു അൽ ബഗ്ദാദിയുടെ അൽ വിത്രിയ, ഈ 3 കാവ്യ സമാഹാരങ്ങളെ വിശദീകരിച്ചുകൊണ്ട് തഹ്മീസ് ചെയ്തിട്ടുണ്ട് മഹാൻ. തഹ്മീസ് എന്ന് പറഞ്ഞാൽ അറബി കാവ്യ സാഹിത്യത്തിലെ ഒരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. സ്വന്തം കവിത എടുക്കുന്നത് പോലെയല്ല, രചിക്കപ്പെട്ട കവിതകളെ 2 പാദങ്ങളിലാണ് അറബി കവിതകളുടെ ഈരടികൾ ഉണ്ടാക്കുക, 2 വരികളായിട്ട്. ഏത് കവിതകളും ആ 2 വരികളെ 5 വരിയാക്കി വിപുലപ്പെടുത്തുന്ന അതേ ബഹറിൽ, അതേ റൈം സ്കീമിൽ, അതേ വൃത്തത്തിലും ഛന്ദസ്സിലും മാറ്റം വരാതെ 5 വരിയാക്കി വിപുലപ്പെടുത്തുക വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ബുർദക്കും ബാനത്ത് സുആദിനും വിത്രിയക്കും ഇങ്ങനെ തഹ്മീസ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ എഴുതിയിട്ടുണ്ട്. 21 വരികളാണ് ഓരോ അക്ഷരത്തിലും. അറബി അക്ഷരമാല ഹിജായിയ ഹുറൂഫുകളിലെ ഓരോ അക്ഷരങ്ങൾക്കും 21 വീതം വരികളാണ് ഖസീദത്തുൽ വിത്രിയയിലുള്ളത്. ആ 21ൽ വീണ്ടും 8 വരികൾ കൂട്ടിയിട്ട് 29 ആക്കി അതിനെ തഹ്മീസ് ചെയ്തിരിക്കുകയാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. നമ്മളെല്ലാവരും ദർസ് കിതാബിൽ ഓതുന്ന നഫായിസ് എന്ന ഗ്രന്ഥത്തിൽ, നഫായിസുൽ ഇർതിലിയ എന്ന ഗ്രന്ഥത്തിന്റെ ഇൽമുൽ ബദിയ, അറബി സാഹിത്യത്തിലെ സൗന്ദര്യ അലങ്കാര ശാസ്ത്രത്തിന്റെ അവസാന ഭാഗത്ത് ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ശ്രേഷ്ഠമായ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നത് ആ ഓരോ ആയത്തുകളെയും കവിതയിലെ ഓരോ വരികളിലായി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ അതുല്യമായ വളരെ വിസ്മയമായ രൂപത്തിലാണ് ഈ ഖസീദത്തുൽ വിത്രിയയുടെ തഹ്മീസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നഫായിസുൽ ഇർതിലിയയുടെ അവസാന ഭാഗത്ത് നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങൾ കാണാനും കഴിയും. സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കാവ്യലോകം അതുല്യമായ കാവ്യലോകം, പ്രത്യേകിച്ച് ആഷിഖുർ റസൂൽ, മാദിഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ തന്നെ അറിയപ്പെടാനും കൂടെ കാരണം ഇതാണ്. തന്റെ കുടുംബത്തെയും നാട്ടുകാരെയും മുരീദന്മാരെയും തന്നെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളെയും മുഴുവനും ദീപായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിലേക്ക് കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ വരികളാണ് മഹാനവറുകളുടെ കവിതകൾ. ആ കൂട്ടത്തിൽ തന്നെ മഹാനവറുകളാൽ വിരചിതമായ ഖുതുബിയ്യത്ത്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകളുടെ മനാഖിബ് കാവ്യമായ ഖുതുബിയ്യത്ത് എഴുതിയ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. അതിലെ ഓരോ വരികളും പരിശോധിക്കുമ്പോൾ അറബി കാവ്യ സാഹിത്യത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ശൈലിയിൽ ബഹുമാനപ്പെട്ടവർ നമ്മളെല്ലാവരും, ഏത് കേരളത്തിലെ സാധാരണക്കാരനും ചൊല്ലാൻ കഴിയുന്ന വളരെ മനോഹരമായ വരികൾ, നമ്മളൊക്കെ ഖുതുബിയ്യത്തിൽ ചൊല്ലുന്ന വരികൾ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാൽ വിരചിതമായ വരികളാണ്. എത്ര മനോഹരമാണ് അതിൽ ഓരോ വരികളും. അത് ചൊല്ലുമ്പോൾ ഏറ്റേറ്റ് ചൊല്ലുന്ന നമ്മൾ വല്ലാതെ ആത്മീയമായ അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിക്കും. അതിലൊരു വരിയുണ്ടല്ലോ, ഒക്കെ അറിയുന്നൊരു വരിയാണ്. പക്ഷെ ഈ വരിക്കൊരു പശ്ചാത്തലമുണ്ട്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾക്ക് ജീലാനി തങ്ങളുടെ മഖാം സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ ഈ ഒരു അഭിലാഷം, ഉത്കടമായ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്ന ഷെയ്ഖ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ കിനാവിലാണ്. സ്വന്തം വീട്ടിൽ വന്ന് ജീലാനി തങ്ങൾ ദർശനം നൽകുന്ന അതുല്യമായ ഒരു അനുഗ്രഹം. ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ വരി കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ജീലാനി തങ്ങളോട്
അനുരാഗമുള്ള ആളുകളൊക്കെ മഹാനവറുകളെ സിയാറത്ത് ചെയ്യും. എന്നാൽ വലാകിന്നഹു ഖദ് യുലാഖി ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീനി. മഹാനായ ജീലാനി തങ്ങൾ ഇവിടുത്തെ വസതിയിൽ വന്ന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഫി തങ്ങൾക്ക് ആ മഹത്തായ ദർശനം നൽകും. ആ ഒരു സന്തോഷമാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമുക്ക് നമ്മുമായി പങ്കുവെക്കുന്നത്. ഇങ്ങനെ അതുല്യമായ രൂപത്തിൽ കാവ്യ സാഹിത്യത്തിലും പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലും മറ്റുള്ള ശർഈ ഉലൂമുകളുടെ പ്രചരണത്തിലും മഹാനവറുകൾ നൽകിയ സംഭാവനകൾ അതുല്യമാണ്, വളരെ മഹത്വമാണ്. അതോടൊപ്പം തന്നെ ലോകത്തിന് ആത്മീയമായ പ്രഭ പരത്തുന്നതിൽ, മുരീദന്മാരെ ആത്മീയമായി ശിക്ഷണം നൽകുന്നതിൽ മഹാനവറുകൾക്ക് അതുല്യമായ മഹത്തായ കഴിവുണ്ടായിരുന്നു. ഔലിയാക്കളുടെ മർത്തബയിൽ കുത്തുബ് എന്ന ഒരു പദവി, കുത്തുബ് എന്നൊരു പദവിയിലേക്ക് മഹാനവർ എത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രവായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹാന്മാരെല്ലാവരും ആത്മീയ ശിക്ഷണത്തിന് അനുമതി കൊടുക്കുകയും ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും ചെയ്തു. അവിടുത്തെ കുടുംബ പരമ്പരയിൽ, ശിഷ്യ പരമ്പരയിലൂടെ ജനിച്ച, ജീവിച്ച് ഇവിടെ വെളിച്ചം, ആത്മീയ വെളിച്ചം പകർന്ന മഹാന്മാർ ഒരുപാടാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായൽ പട്ടണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായ ഉത്കർഷം പകർന്നു തരുന്ന മക്കാമുകളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ മക്കാമാണ് തേക്കി സാഹിബിന്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും മക്കാമുകൾ. ഉമറുൽ ഖാഹിരി എന്ന് പറയുമ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ ഗാനരൂപത്തിൽ വളരെ മനോഹരമായി എല്ലാവരും ചൊല്ലുന്ന, അല്ലെങ്കിൽ പലരും ആസ്വദിക്കുന്ന ഒരു കവിതയാണ് വളരെ മനോഹരമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട, അതായത് സന്താന പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമറുൽ ഖാഹിരി കായൽ പട്ടണത്തുകാരനായ ഉമർ തങ്ങൾ രചിച്ച വളരെ മനോഹരമായ കവിതയാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഒരു മഹത്വത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രന്ഥരചന പൂർത്തിയാക്കി, അല്ലഫൽ അലിഫിന്റെ രചന കഴിഞ്ഞ് മഹാനവറുകളിൽ അല്ലാഹു ഇത് കബൂലാക്കും, അല്ലാഹു തആല ഇത് സ്വീകരിച്ചോ ഇല്ല എന്ന് അറിയാൻ വേണ്ടി മഹാനവറുകൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാവ്യമായ അല്ലഫൽ അലിഫ് എഴുതിയതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്കൊരു ആത്മീയ ഗുരു, ഒരു ഷെയ്ഖിനെ ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങൾ നേരെ ഹറമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹറം ഷരീഫിലെത്തി അവിടുത്തെ എല്ലാവിധ ഇബാദത്തുകളും പൂർത്തീകരിച്ചതിനു ശേഷം മഹാനവറുകൾ എന്റെ അല്ലഫൽ അലിഫ് സ്വീകരിച്ചോ ഇല്ലേ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഷെയ്ഖിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഷെയ്ഖിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നല്ല പ്രഭയുള്ള ഒരു ആലിമിനെ കാണും. ആ ആലിം ഷെയ്ഖ് ഉമറുൽ ഖാഹിരി തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ഷെയ്ഖ് നിങ്ങളുടെ നാട് മലബാറിൽ തന്നെയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ഇത് കേട്ട് സന്തോഷത്തോടുകൂടെ ഉമറുൽ ഖാഹിരി തങ്ങൾ നേരെ കണ്ണൂരിലേക്ക് വരികയാണ്. കണ്ണൂരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൗല, കണ്ണൂർ പട്ടണത്തിന്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നു. വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ സയ്യിദ് അവറുകളുടെ അടുക്കിൽ ഒരുപാട് സന്ദർശകരുണ്ട്. കൂട്ടത്തിൽ സന്ദർശകരായിട്ട് ഒരു സംസാരിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ പിടിച്ച് ഒരാൾ, ഒരു സഹോദരൻ വരികയായിരുന്നു. ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയൂല. ഞാൻ ആ കുട്ടിയെ പിടിച്ച് തങ്ങൾ അവരുടെ അടുത്തെത്തി. തങ്ങൾ അവர்களോട് ഈ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയൂല, പാപ്പ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കുറെ അപ്പുറത്ത് ഉമറുൽ ഖാഹിരി തങ്ങൾ നിൽക്കുന്നുണ്ട്. അല്ലഫൽ അലിഫ് എഴുതി ഒരാളും കണ്ടിട്ടില്ല, ആ വരികൾ ഒരാളും വായിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അല്ലാഹു ഇത് കബൂലാക്കിയാൽ എനിക്കൊരു ഷെയ്ഖിനെ കിട്ടുമെന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുക. അങ്ങനെയാണ് തങ്ങളുടെ അടുത്ത്. അപ്പോ തങ്ങൾ അവർ ഈ കുട്ടിയെ വിളിച്ചിട്ട്, മോനെ പാടിക്കും, ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞിട്ട് എന്ന് വരിയാണ് ചൊല്ലിക്കൊടുക്കുക.
ആളും എഴുതി കഴിഞ്ഞതിന് ശേഷം കാണിച്ചിട്ടില്ല. ഈ വരികൾ തങ്ങളവറുകൾ ചൊല്ലിയപ്പോൾ ഉമറുൽ ഖാഹിരി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. ചൊല്ലിയതിനു ശേഷം ഉമറുൽ ഖാഹിരി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ ചൊല്ലിയതിൽ തെറ്റില്ലല്ലോ. വല്ലാത്ത അത്ഭുതമായി. ഇത് തന്നെയാണ് എന്റെ ഷെയ്ഖ് എന്ന് തിരിച്ചറിയുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങൾ. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മക്കളുടെ പരമ്പരയിൽ വരുന്ന മഹാനായ ഉമറുൽ ഖാഹിരി. ഇങ്ങനെ ആ കായൽ പട്ടണവുമായി ചേർന്ന് നമ്മൾ ആരെ പഠിക്കുമ്പോഴും ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ ശിഷ്യ പരമ്പരയിലോ കുടുംബ പരമ്പരയിലോ ലഭിച്ച ആത്മീയമായ പ്രകാശം കൊണ്ട് ഈ ലോകത്തിന് വെളിച്ചം വിതറിയ മഹാന്മാരാണ് അവരൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം അവരുടെ ചരിത്രപരമായ പഠനങ്ങൾ ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ഇനിയും ധാരാളം കറാമത്തുകളും സംഭവങ്ങളും മഹാനരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ മഹാനവരുടെ അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നമുക്ക് ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയ മഹാനാണ്. ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ദർസിൽ പഠിക്കുമ്പോൾ ആദ്യം ഓതി പഠിക്കുന്ന ഗ്രന്ഥമാണ് മീസാൻ, കിതാബുൽ മീസാൻ. മീസാൻ ഓതാത്ത ആളുകൾ ഒരൊറ്റ മുത്താലിമും ഉണ്ടാവില്ല, പഴയ മുഅ്മിനീങ്ങളിൽ ആരും ഉണ്ടാവില്ല. കാരണം നാട്ടിലെ ദർസുകളിൽ ഓതിപ്പോയി മീസാൻ ഓതാത്ത ആരും ഉണ്ടാവും. ഈ മീസാന്റെ രചന നിർവഹിച്ച ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മക്കളിൽ ഏക ആൺമകനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹു. അപ്പൊ തന്റെ മകനിലൂടെയാണ് കേരളത്തിലെ മൊത്തം വിജ്ഞാനത്തിന്റെയും അടിത്തറ തന്നെ കിടക്കുന്നത്, വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ. ഇനി ആത്മീയ വഴിയിലൂടെ നോക്കുകയാണെങ്കിൽ ഖാദിരിയ ത്വരീഖത്തും ഖാദിരിയ ത്വരീഖത്തിന്റെ ഉപശാഖയായ അറൂസിയത്തുൽ ഖാദിരിയ, ഇതിന്റെ ഉപജ്ഞാതാക്കളും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവരുടെ മക്കൾ അല്ലെങ്കിൽ പേരമക്കൾ മുഖേനയാണ് ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്. അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നമ്മെ നയിച്ച, നമുക്ക് നേതൃത്വം നൽകിയ, ഈ ഇന്ത്യക്കാകെ വെളിച്ചം നൽകിയ, ഇവിടെ ഭരണം നടത്തിയ ഔറംഗസീബ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാർക്ക് വരെ ആത്മീയമായി വെളിച്ചവും നേതൃത്വവും ഗൈഡൻസും കൊടുത്ത ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഔറംഗസീബുമായുള്ള ബന്ധമൊക്കെ ചർച്ചയിൽ വരേണ്ടതാണ്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഔറംഗസീബൊക്കെ വലിയ ആദരവുകളോടെയാണ് മഹാനവറുകളെ കണ്ടതും ആ മഹാനവറുകൾ വഫാത്തായതിനു ശേഷം കീഴത്തറ പള്ളിയിൽ പ്രത്യേക മസാറ് കെട്ടിക്കൊടുക്കാൻ ഔറംഗസീബിന് നിർദ്ദേശിച്ചതുവരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ ഉപ്പാപ്പയുടെ മദദ് നമുക്ക് നൽകട്ടെ. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കി തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.